ഇപ്പോൾ എല്ലാ ദിവസവും നമ്മൾ നിസ്കാരം കഴിയുമ്പോൾ, ഇപ്പോൾ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം സലാം വീട്ടിയ ഉടൻ തന്നെ നമ്മൾ എന്ത് പറയും? അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് 3 വട്ടം പറയാറുണ്ട് അല്ലേ? അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഇതൊക്കെ 33 പ്രാവശ്യം പറയാറുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു എന്ന് തുടങ്ങിയ ദിക്ർ 1 വട്ടം നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ 10 പ്രാവശ്യം പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എല്ലാ നമസ്കാരത്തിന് ശേഷം ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ സുബഹി നമസ്കാരത്തിന് ശേഷവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും സ്പെഷ്യലായിട്ട് നമ്മൾ ഇരിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ പരമാവധി കാലനക്കാതെ, കാലിപ്പോൾ വേദനയാണെങ്കിൽ കാലിപ്പോൾ നേരെ വെച്ചിരിക്കാം, അതല്ല കാലനക്കാതെ ഖിബ്ലക്ക് നേരെ തന്നെ വുളൂഓടുകൂടി പറയണം. എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 10 പ്രാവശ്യം ഒരു മനുഷ്യൻ പറഞ്ഞു. അതിനുശേഷം അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന് ഒരാൾ 7 വട്ടം പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കടലിന്റെ നുരയോളം തെറ്റുകൾ അവൻ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്നെല്ലാം നമുക്ക് കിതാബുകളിൽ ഹദീസുകളിലൊക്കെ കാണാൻ പറ്റും.